എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഹം ബ്രഹ്മാസ്മി എന്ന പഠന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ വിരചിത രചനകളെ കുറിച്ചുള്ള പാഠങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണിത്. നമുക്കായി ക്ലാസ്സുകൾ എടുത്തു തരുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജയകൃഷ്ണൻജിയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഗുരുനാഥനായ ജയകൃഷ്ണൻജിക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് വരുന്ന ഏപ്രിൽ 19 ആദിശങ്കര ജയന്തി ശ്രീ ശങ്കരസ്മൃതി ആഘോഷം നടക്കുകയാണ്. അതിൻ്റെയൊക്കെ ഏതാനും 1.5 മാസം മുമ്പുള്ള ഈ പരിപാടിയിലും എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. 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 അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖാം താപപാപച്ചമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ മദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ഓം മഹാത്മസുന്ദരേ നമഃ. നമ്മൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും വളരെ ഗഹനമായിട്ട് 2 തവണ സംസാരിച്ചിരുന്നു. ഒന്ന് നമ്മൾ സൗന്ദര്യലഹരി അർത്ഥമറിഞ്ഞ് ഉപാസനയ്ക്ക് വേണ്ടി പഠിക്കുമ്പോഴും അതിനുശേഷം ഭജഗോവിന്ദം എന്ന ക്ലാസ് തുടങ്ങുമ്പോഴും ശങ്കരാചാര്യസ്വാമികളുടെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഉത്തമമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭജഗോവിന്ദം, അല്ലെങ്കിൽ മോഹമുദ്ഗുരം. മോഹത്തെ ഉലക്ക കൊണ്ട് അടിക്കുക. മുദ്ഗുരം എന്ന് പറഞ്ഞാൽ ഉലക്ക, മോഹത്തെ അടിച്ചു നിൽക്കുന്ന, ഉടയ്ക്കുന്ന എന്നാണ് മോഹമുദ്ഗുരം. മോഹമുദ്ഗുരം എന്ന് പറയുന്ന ഈ പ്രകരണ ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിൻ്റെ 2ആയിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നതെന്ന് നാം പറഞ്ഞു. ഒന്ന് ദ്വാദശ പഞ്ചരിക എന്നും 2 ചർപ്പട പഞ്ചരിക അല്ലെങ്കിൽ ചതുർദശ പഞ്ചരിക എന്നും. ദ്വാദശ പഞ്ചരികയിൽ 12 ശ്ലോകങ്ങളാണ് ഉണ്ടാകേണ്ടത്. ദ്വാദശം 12, പക്ഷെ അതിനകത്ത് 15 ശ്ലോകങ്ങളാണ് ഉള്ളത്. നമ്മളത് പഠിച്ചു. ചർപ്പട പഞ്ചരികയിൽ അല്ലെങ്കിൽ ചതുർദശ പഞ്ചരികയിൽ 14 എണ്ണമാണ് ഉണ്ടാവേണ്ടത്. അത് 19 കാണുന്നത്. അങ്ങനെ ആകെ മൊത്തം 33 ശ്ലോകങ്ങളാണ് ഭജഗോവിന്ദം എന്ന മഹത്തായ പ്രകരണ ഗ്രന്ഥത്തിലുള്ളത്. നമ്മൾ ഇന്ന് ചർപ്പട പഞ്ചരികയിലെ 11ാമത്തെ ശ്ലോകമാണ് ചിന്തിക്കുന്നത്. വയസിഗതേ കാമവികാര ശുഷ്കേ നീരേ കാകാസാര നഷ്ടേ ദ്രവ്യേ കാ പരിവാര ജ്ഞാതേ തത്വേ കാ സംസാര. വയസിഗതേ കാമവികാര ശുഷ്കേ നീരേ കാകാസാര
നഷ്ടേ ദ്രവ്യേ കാ പരിവാരം ജാതേ തത്വേ കാ സംസാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ ഇത് പൂർണ്ണമായും കഴിഞ്ഞ ശ്ലോകത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. എന്താണ്? പുനരപി രജനി പുനരപി ദിവസം പുനരപി പക്ഷം പുനരപി മാസം പുനരപ്യയനം പുനരപി വർഷം തദഭിനമുഞ്ചത്യാശാവർഷം. നമ്മൾ പറഞ്ഞു കാലം ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങളായിട്ട്, നാളുകളായിട്ട്, പക്ഷങ്ങളായിട്ട്, മാസങ്ങളായിട്ട്, പിന്നീടോ വർഷങ്ങളായിട്ട്. പക്ഷെ എന്നാലും മനുഷ്യന്റെ ആശാപാശം, ആഗ്രഹം തീരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ കാലം ഇങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്? വയസികതേ, അല്ലേ? വയസ്സ് ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗയ എന്ന് പറഞ്ഞു. സൂര്യോദയത്തിനും സൂര്യാസ്തമനം കൊണ്ട് ആയുസ്, നമ്മൾ ഈ ജീവാത്മാവ്, ഈ ജീവൻ വെടിഞ്ഞ്, ഈ ശരീരം വെടിഞ്ഞ് മറ്റൊരു ശരീരം നേടുന്നതിൻ്റെ പ്രക്രിയയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? വയസികതേ കാമവികാര. വയസികതേ എന്ന് പറഞ്ഞാൽ വയസ്സ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ്? വയസ്സ് കഴിയാതെ എന്താണ്? പ്രായം, ശരീരത്തിന് ക്ഷീണം വരും, അല്ലേ? ശരീരത്തിൻ്റെതായ ഭാവവ്യത്യാസങ്ങളുണ്ട്. ശരീരത്തിന് മാത്രമേ ഉള്ളൂ, പക്ഷെ അല്ലാതെ ആത്മാവിന് അതില്ല. ഉണ്ടോ? ശരീരത്തിന് ആ വ്യത്യാസങ്ങളുണ്ട്. ആത്മാവിനിൽ വീണ്ടും ആത്മാനാത്മ വിവേചനമാണ്. നമ്മളത് പറയുകയും ചെയ്തു. എന്തുവേ? കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു, കൃഷ്ണൻ പറയുന്നത് പോലെ നത്വേവാഹം ജാതുനാസം നത്വന്നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപ്പരം. ഭഗവാൻ പറയുന്നു, ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവായിരിക്കുന്ന ഞാനില്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നീയും അല്ലയോ അർജുന, നീയും ഈ കാണുന്ന ഈ രാജാക്കന്മാരാ നത്വം നേമേ ജനാധിപ, ഈ കാണുന്ന രാജാക്കന്മാര് യുദ്ധത്തിന് നിൽക്കുകയാണ്. രാജാക്കന്മാർ മുമ്പിൽ കാണുന്നവരെ എല്ലാം കണ്ട് ബന്ധുക്കളാണല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത് അശോച്യാനന്വശോചസ്ത്വം നനുശോചന്തി പണ്ഡിത എന്ന് പറയുന്നുണ്ട്. പണ്ഡിതന്മാർ എന്നാൽ ഈ ആത്മതത്വം അറിയുന്നവര് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഈ പറയുന്ന നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാം നൈവ ന ഭവിഷ്യാമ സർവേ വയമതപ്പരം. അപ്പം ഞാനില്ലാതിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കെന്താണ്? ഞാൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ജായദേവാമ്രിയതേ എന്നാണ്. ഭഗവാൻ മരിക്കുന്നുമില്ല. പരമാത്മാവ് എപ്പോഴും ഉണ്ട്. പരമാത്മാവിൻ്റെ അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കള് ഓരോരോ ശരീരങ്ങൾ മാറി മാറി ജനനമരണമായ ചാക്രിക പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. അപ്പം നീയും മരിച്ചിട്ടില്ല, നീയും ഉണ്ടായിരുന്നു, ഞാനുമുണ്ട്, നീയുമുണ്ട്, ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വ്യത്യാസം എന്താണ്? എനിക്കിതെല്ലാം ഓർമ്മയുണ്ട്, നിനക്ക് തൊട്ടും ഓർമ്മയില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഈ ജീവാത്മാവ്, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുകഴിഞ്ഞാൽ മറ്റൊന്നിലോട്ട് പോകുമ്പോൾ വാസനകളെയും കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്നത് എന്താണ്? മനുഷ്യജന്മം കിട്ടുന്നത് ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ എന്ന് പറഞ്ഞു. മഹാപുരുഷന്മാരുടെ സംശ്രയത്തിലൂടെ മുമുക്ഷിയാകുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഈ ജന്മത്തിലുണ്ടായിരിക്കുന്ന വാസനകളെ മുഴുവൻ നമ്മൾ വഹിച്ചുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് വീണ്ടും പൊക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞല്ലേ, ഇദ്ദേഹത്തില് പറയുന്നുണ്ടല്ലേ, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നിക്കണ്ട തടിക്കു വിനാശവും ഇന്നു നേരമെന്നതറിഞ്ഞില്ല എന്ന് ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്. എപ്പോഴാണ്? അപ്പം അതാണ് ഈ പറഞ്ഞത് കാമവികാര. വയസ്സങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെന്താണ്? കാമവികാര. ആ കാമവികാരത്തെ കൊണ്ട് എന്ത് പ്രയോജനം? കാരണം
ദ്രവിച്ച ശരീരം കൊണ്ട് ഈ ആഗ്രഹിക്കുന്നതൊന്നും സാധിക്കുവാൻ പറ്റുകയില്ല. മനസ്സിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ശക്തമായ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ശരീരമത് ഖലു ധർമ്മസാധനം എന്നാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. നല്ല ശക്തമായ നല്ല ബലവത്തായ ശരീരവും കൂടെ വേണം. അതിൽ മാത്രമേ നല്ലൊരു ആത്മാവിന് ജീവിക്കാൻ നോക്കുകയുള്ളൂ. അതുകൊണ്ട് ശരീരത്തെ പുഷ്ടി നിർത്തുന്നത് എന്തിനാണ്? ആത്മാവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആത്മാവ് നന്മയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ശരീരവും പുഷ്ടിപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പൊ അതിനെന്ത് വേണം? ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും എന്ന് പറയുന്നില്ലേ? പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്നാണ്. നരജന്മം സഫലമാക്കിയിടുവാൻ. ഈ മനുഷ്യജന്മം സഫലമാക്കണമെങ്കിൽ അപ്പൊ എന്താ വേണ്ടത്? ഭജഗോവിന്ദം. ആ സാക്ഷാൽ ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ജപിക്കുവാൻ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കണം. അതിന് ഗുരു അനുഗ്രഹിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വയസികതേ കാമവികാര, പ്രായമായി കഴിഞ്ഞാൽ എന്ത് കാമവികാരം? ഒന്നും കാമവികാരം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ആശകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇവയൊന്നും സാധിക്കാനൊക്കില്ല. പിന്നീടോ ശുഷ്കേ നീരേ കാസാര. കാസാര എന്ന് പറഞ്ഞാൽ തടാകം. ശുഷ്കേ ശുഷ്കിച്ചിരിക്കുന്ന. എന്ത് ശുഷ്കിച്ചു? നീരേ ശുഷ്കേ, വെള്ളം ശുഷ്കിച്ചു പോയി. എന്നുവെച്ചാൽ വെള്ളം ശുഷ്കിക്കുക, എവിടുത്തെ തടാകത്തിലെ വെള്ളം ശുഷ്കിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തടാകത്തിൽ വെള്ളമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക. അങ്ങനെ വെള്ളമില്ലാത്തിരുന്നൊരു തടാകം എന്താണ്? തടാകമാണോ? അല്ല, ഒരു കുഴിയല്ലേ ഉള്ളൂ. അത് വെറും കുഴിയാണ്, തടാകമല്ല. കുഴി കൊണ്ട് ഒരു പ്രയോജനവുമില്ല, കൂടുതൽ അപകടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതങ്ങനെയാണ്. ശുഷ്കേ നീരേ കാസാര. അപ്പോൾ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാമവികാരങ്ങൾ, ആഗ്രഹങ്ങൾ മാത്രം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഈ ഒരു കുഴി പോലെയാണ്. വെള്ളമില്ലാതിരിക്കുന്ന ഒരു തടാകത്തിൽ ധാരാളം വെള്ളമുണ്ടായിരുന്ന തടാകത്തിൽ ആ വെള്ളം മുഴുവൻ വറ്റി അങ്ങനെ ഒരു കുഴി പോലെയേ ഉള്ളൂ. അതിന് സമാനമാണ്, യാതൊരു പ്രയോജനവുമില്ല. പിന്നീടോ നഷ്ടേ ദ്രവ്യേ കാ പരിവാര. കാ പരിവാര എന്നാൽ എന്ത് സേവകന്മാര്? ആരാണ് കൂട്ടത്തിലുള്ളത്? കുടുംബക്കാരാണോ? സേവകരാണോ? തന്നെ പരിപാലിക്കുവാൻ ആൾക്കാരുണ്ടോ? ഒന്നും കാണുകയില്ല. എപ്പോഴാണ്? നഷ്ടേ ദ്രവ്യേ, അതായത് ദ്രവ്യേ നഷ്ടേ. എപ്പോഴാണോ ദ്രവ്യം ധനം, ദ്രവ്യമെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ, അതുകൊണ്ടല്ലേ പലപ്പോഴും പല ആൾക്കാർ പ്രായമായിട്ടുണ്ടെങ്കിൽ പോലും തൻ്റെ സ്വത്തുക്കൾ മറ്റൊരാൾക്ക് എഴുതി വെക്കുന്നില്ല, അല്ലേ? കാരണം മരിച്ചു കഴിഞ്ഞ് വലിയ ബുദ്ധിമുട്ടി നമ്മൾ വില്ലേജ് ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയാണ്. അല്ലെങ്കിൽ വിൽപത്രം എഴുതി സമാധാനമായിട്ട് മരിക്കുന്നവർ വളരെ കുറച്ചു പേരേ ഉള്ളൂ. അല്ലെങ്കിൽ മകൻ്റെയും മകളുടെയും പേരിലേക്ക് എഴുതി കൊടുത്ത് മരിക്കുന്നവരും ചുരുക്കമാണ്. കാരണം എന്നെ നോക്കിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയവും അപ്പോഴും ഇല്ലേ? ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തിയില്ല എന്നുള്ളതാണ്. ഭീമാതവർജിതം പിണ്ടവ എന്ന് പറയുന്നില്ലേ? അപ്പം ഇദ്ദേഹം ഇവനോട് ധൃതരാഷ്ട്രോട് വിദുരർ പറയുന്നത് പോലെ. അപ്പോ പണം ദ്രഷ്ടേ ദ്രവ്യേ കാ പരിവാര. ദ്രവ്യേ നഷ്ടേ, ധനമെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദ്രവ്യേ നഷ്ടേ, ദ്രവ്യം ധനമെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാ പരിവാര. പരിവാരം എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളവര്, തന്നെ ചുറ്റും സേവകന്മാര്, തന്നെ നോക്കാൻ ആൾക്കാരോ അല്ലെങ്കിൽ വൃന്ദങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ. പണമുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്, പണമില്ലേ ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, അത്രയേ ഉള്ളൂ, അല്ലേ? അപ്പൊ എന്തിനേയും പണമുണ്ടോ അതിനു വേണ്ടി ആൾക്കാരുണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ്. പിന്നീടോ ജ്ഞാതേ തത്വേ കാ സംസാര. ജ്ഞാതേ തത്വേ, തത്വജ്ഞാനം എന്നതാണ്. ജ്ഞാതേ തത്വജ്ഞാനം, ജ്ഞാതേ തത്വേ, അതായത് തത്വേ ജ്ഞാതേ. തത്വജ്ഞാനം ജീവാത്മാവിന്റെ ജീവാത്മാവ് പരമാത്മാവിന്റെ ഭാഗമാണ് എന്നുള്ളതും, പിന്നെന്താണ്? നാം എല്ലാം അഹം ബ്രഹ്മാസ്മി, അല്ലേ? നാം ബ്രഹ്മത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നാം തന്നെയാണ് ബ്രഹ്മം എന്നുള്ളതൊന്നും നാം എപ്പോഴാണ് അറിയുന്നത്? അപ്പോൾ മാത്രമേ എന്തുള്ളൂ? കാ സംസാര. പിന്നെ എന്താണ് ഈ പറയുന്ന സംസാരബന്ധം?
പിന്നെ ജനന മരണങ്ങളിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. അത് ജനിക്കുന്നു, മരിക്കുന്നു, അതും പറഞ്ഞില്ലേ, ആത്മാവിന് മരണമില്ല എന്ന് പറഞ്ഞു. ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ നാഭിജാനീതോ നായം ഹന്തിന ഹന്യതേ. ജീവാത്മാവ് കൊല്ലപ്പെടുന്നില്ല, ആരെയെങ്കിലും കൊല്ലുന്നുമില്ല. പിന്നെന്താണ്? അപ്പൊ ആത്മാവ് മരിക്കുകയുമില്ല, ആത്മാവ് കൊല്ലപ്പെടുകയുമില്ല. ഈ ജീവാത്മാവ് പരമാത്മാവിന്റെ ഭാഗം തന്നെയാണ് എന്ന തത്വബോധം അത് അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ്? ഈ സംസാര ദുഃഖങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നാ പറയുന്നത്. അപ്പോ അതിനെന്താ വേണ്ടത്? ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോ സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കണം എന്നുള്ളതാണ്. അപ്പൊ തത്വജ്ഞാനം, ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, തത്വജ്ഞാനം അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ യാതൊരു വിഷമവും. എന്താണ് തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ? സാക്ഷാൽ പരബ്രഹ്മത്തെ, ജ്ഞാനത്തെ അറിയുക. ആ പരമമായ ബ്രഹ്മത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന, നമ്മൾ പറയുന്ന അദ്വൈതം, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് യാതൊന്നും തന്നെ നമുക്ക് നിലനിൽപ്പിനില്ല. കാരണം നമുക്ക് മനസ്സിലാകും, ഇല്ലേ? നമ്മൾ ഇന്നലെയും പറഞ്ഞില്ലേ, ഇതിനകത്ത് നരീചത്തു, ഇത് എന്താണ്? അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്കജമായിടുന്നു, നരീചത്തു നരനായി പിറന്നിടുന്നു, നാരിചത്തുടനോരിയായി പോകുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു, ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ. അപ്പോ ഇങ്ങനെ കീഴ്മേലിറങ്ങിന് മണ്ടിന് ജീവന്മാർ ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ, സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി ഇന്നത്രേ നേടുന്നു ജീവന്മാർ. അപ്പൊ എല്ലാം നമ്മുടെ കർമ്മഫലമാണ്. അപ്പോ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് പറയുന്നത്. അപ്പൊ നരജന്മം സഫലമാക്കിയിടുവാൻ എന്താണ്? ഭഗവാന്റെ നാമങ്ങള് എപ്പോഴും നമ്മുടെ നാവിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുവാന് എപ്പോഴും നമുക്ക് പറ്റണം എന്നാണ് അപ്പൊ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? തത്വജ്ഞാനം ഉറച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ശരീരത്തിന് ധീരസ്ത്ര, ഇതല്ലേ, ആത്മാവ് കൗമാരം കഴിഞ്ഞു, യൗവനം തഥാ ദേഹാന്തര പ്രാപ്തിർ എന്ന് പറഞ്ഞു നമ്മൾ, അല്ലേ? അപ്പം ജീവിതത്തിന്റെ ഓരോ ഭാഗത്തും ഈ ആത്മാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഈ ഭഗവാൻ ഭക്തിയോടുകൂടി ധീരനായ ഒരാൾക്ക്, ഭഗവത് ഭക്തിയുള്ള ഒരാൾക്ക് മരണശേഷം എന്ത് പറ്റുന്നു എന്ന് ചിന്ത വരുന്നില്ല. പക്ഷേ എന്താണ്? ജന്തുനാം നരജന്മ ദുർലഭമത പുംസ്തും തതോ വിപ്രദ എന്ന് പറഞ്ഞു. ഈ കിട്ടുന്ന ജന്മം നമ്മൾ മോക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് യോനിയിൽ പിറക്കുന്നു എന്ന് പറയുവാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. കാരണം കർമ്മഫലം അനുസരിച്ചായിരിക്കും അടുത്ത യോനിയിലെ. ഇദ്ദേഹം ജ്ഞാനപാനയിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നരിചത്തു നരനായിടുന്നു, ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു എന്ന് പറഞ്ഞതുപോലെ, അജം ചത്തൊരു അങ്കജമായി എന്നൊക്കെ പറയുന്നത് പോലെ എന്താവുന്നു എന്ന് പറയാം. അപ്പൊ പരമമായ പൂന്താനം എഴുതി വെച്ചിരിക്കുന്നത് പരമമായ അദ്വൈത സിദ്ധാന്തം തന്നെയാണ്. ജീവിതത്തിന്റെ സത്യാവസ്ഥയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ഈ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. വയസികതേകാം കാമവികാരം ശുഷ്കേ നീരേ കാകാസാരം നഷ്ടേ ദ്രവ്യേ കാ പരിവാരം ജ്ഞാതേ തത്വേ കാ സംസാരം. പിന്നീടോ, അപ്പം തത്വജ്ഞാനം ആണ് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ആ തത്വജ്ഞാനം നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മറ്റ് ആശാഭാഷകളിലൊന്നും പെടാതെ ജീവിതം കൊണ്ടുപോകാം എന്നുള്ളതാണ്. നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാമാഗാ മോഹാവേശം ഏതന്മാം സവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. എന്താണ്? നാരീസ്തനഭര നാഭീദേശം. അപ്പൊ ഇതിനു മുമ്പ്, ഈ ശ്ലോകങ്ങൾക്ക് തൊട്ട് മുമ്പ് ഈ രണ്ട് ശ്ലോകങ്ങൾ വളരെ അർത്ഥവത്താണ്. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ
ജഠരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. പുനരപി രജനി പുനരപി ദിവസ പുനരപി പക്ഷ പുനരപി മാസ പുനരപ്യയനം പുനരപി വർഷം തദപി ന മുഞ്ചത്യാശാമർഷം. വയസി ഗതേ കാമവികാര ശുഷ്കേ നീരേ കാസാര നഷ്ടേ ദ്രവ്യേ കാ പരിവാര ജാതേ തത്വേ കാ സംസാര. അപ്പോ ആ തത്വമസി എന്നുള്ള അല്ലെങ്കിൽ ആ തത്വജ്ഞാനം ഉണ്ടാകുവാൻ വേണ്ടി ഭഗവത് പാദര് പല ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നു. എന്നിട്ടും പറയുകയാണ്, തത്വജ്ഞാനം ഉദിക്കാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താണ്, വിഷയാസക്തിയിൽ ആകർഷിക്കപ്പെടരുത് എന്നുള്ളതിനെ കുറിച്ചാണ്. ആ വിഷയാസക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വിഷയാസക്തിയിൽ ആകൃഷ്ടമായി കഴിഞ്ഞാൽ മനസ്സിനെ സ്വതന്ത്രമാക്കാൻ ഒക്കുകയില്ല എന്നുള്ളത് കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയാസക്തിയെക്കുറിച്ച് ഭഗവത് പാദർ പറയുന്നത് എങ്ങനെയാണ്? നാരീസ്തനഭര നാഭീദേശം. അതായത് നാരി എന്ന സ്ത്രീ, സ്തനമഭി നാഭീദേശം, മാറിടങ്ങളും നാഭിയും, ഈ ദേശങ്ങളെല്ലാം ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ശരീരത്തെ കണ്ടിട്ട് ദൃഷ്ട്വാമാഗാം മോഹാവേശം, ദൃഷ്ട്വാ കണ്ടിട്ട്, നാരീസ്തനഭര നാഭീദേശം, സ്ത്രീകളുടെ സ്ത്രീ സ്തനഭരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മാറിടവും അതേപോലെ തന്നെ നാഭീദേശവും എല്ലാം ദൃഷ്ട്വാ കണ്ടിട്ട്, ആഗാ എന്ന് പറഞ്ഞാൽ ആഗ എന്നുള്ളതാണ്. വെച്ചാൽ പ്രാപിക്കരുത് അല്ലെങ്കിൽ അതിനോട് ചെന്ന് ചേരരുത്. എന്തിലോട്ട്? മോഹാവേശം. അപ്പൊ ഇവയെല്ലാം കണ്ടിട്ട് ഈ മോഹാവേശത്തിൽ എടുത്തു ചാടി കളയരുത് എന്നുള്ളതാണ്. മനസ്സിനെ നിയന്ത്രിക്കണം. കാരണം ഇതിനു മുമ്പ് പറഞ്ഞു, പുനരഭിജനനം തൊട്ട് പറഞ്ഞു, സമയമില്ല ജീവിതത്തിൽ. എന്തിന്? മോക്ഷം കിട്ടണം. അപ്പൊ ഒരുപാട് നേരം നമ്മളുടെ കയ്യിലില്ല. ജീവാത്മാവായിട്ട് ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതനുസരിച്ചായിരിക്കണം എന്ത്? സായുജ്യം. അതെങ്ങനെ വേണേ ആകാം, സാമീപ്യമാകാം, സാരൂപ്യമാകാം, സാലോക്യമാകാം എന്നെല്ലാം നാം പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ആ 3 ശ്ലോകങ്ങൾ ഇതിനു മുമ്പുള്ള ഒന്നുകൂടെ ചൊല്ലിയത്. വളരെ കണക്റ്റഡ് ആയിട്ടാണ് ഭഗവത് പാദർ നമുക്കിത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോ നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാമാഗാം മോഹാവേശം ഏതന്മാം സവസാദിവികാരം. അപ്പൊ എന്താണ്? ഏതന്മാം സവസാദിവികാര, അതായത് മാംസവസാദിവികാര എന്നാണ്. ഇത് വെറും ശരീരത്തിന്റെ മാംസളമായിരിക്കുന്ന ഭാഗമാണ്, മാത്രമാണ്, അല്ലെങ്കിൽ മജ്ജയുടെ ഭാഗങ്ങൾ മാത്രമായിട്ടാണ് എന്ന് വികാര എന്നുള്ള ആ മനസ്സിലാക്കിക്കോണം എന്നുള്ള ആ വകഭേദം നാം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇത് എന്തിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ആ 2 വരികൾ, നാരീസ്തനനാഭീദേശം എന്ന് പറയുന്നത് നമ്മൾ ശരീരഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന മാംസളമായിരിക്കുന്ന അല്ലെങ്കിൽ മജ്ജ ആ ഭാഗം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടോ മനസ്സി വിചിന്തയ വാരം വാരം എന്നാണ്. മനസ്സിൽ ആ വിചിന്തയ ചിന്തിച്ചാലും, നമ്മളിപ്പോൾ ചിന്തിക്കുക, വികാരങ്ങളെ ഒഴിവാക്കുക. അതുകൊണ്ട് വീണ്ടും വീണ്ടും വാരം വാരം വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കുക. എന്ത്? ഇത് നമ്മൾ ഇതിൽ കണ്ട് മോഹാവേശപ്പെടേണ്ട, ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇത് ശരീരത്തിൻ്റെ മാംസളമായ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് വികാരത്തിന് അടിമപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്താ? അപ്പം ഇങ്ങനെയുള്ള ആ വിഷയാസക്തിയിൽ ഉപേക്ഷിക്കണം. ആ വിഷയാസക്തിയിൽ നിന്ന് ഉപേക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോൾ എപ്പോഴൊക്കെയാണോ വിഷയാസക്തികളിലൂടെ മനസ്സിനെ മഥിക്കുന്നത്, അപ്പോഴെല്ലാം ആ വിഷയാസക്തികളിൽ നിന്നും രക്ഷ നേടുവാൻ
മനസ്സിനെ വേറൊന്നിലോട്ട് കേന്ദ്രീകരിക്കണം. എങ്ങോട്ട് കേന്ദ്രീകരിക്കണം? ഗോവിന്ദനിലേക്ക് കേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്, ഇല്ലേ? കാരണം നമ്മൾ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്താണ്? വീണ്ടും പുനരപി ജനനം പുനരപി മരണം. ഇപ്പൊ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ വരും ജന്മങ്ങളിൽ ഏത് യോനിയിലാണ് എന്ന് പറയാനൊക്കാത്തൊരവസ്ഥയിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു മനുഷ്യജന്മം കിട്ടി, പറ്റുന്നത്ര ഭക്തിയോടുകൂടി ജീവിച്ചിരിക്കുമ്പോഴും മോക്ഷം നേടണം. ഈ ജീവാത്മാവ് ഈ ദേഹദേഹി വിയോഗത്തിക്കലും മുക്തി നേടണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാനിലോട്ടുള്ള ശ്രമത്തിൽ ഭഗവാനെ കിട്ടുവാനായിട്ട് നാം ഇപ്പോഴേ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ പ്രഹ്ലാദൻ്റെ കഥകൾ പറഞ്ഞു, ഇല്ലേ? അസുരന്മാർ കുട്ടികളെ കൗമാരെ അചരെ എന്ന് പറഞ്ഞിരുന്നല്ലോ. എങ്ങനെയാണ് ഭാഗവതം കുട്ടിക്കാലത്ത് മുതലേ തന്നെ പഠിക്കണം എന്നൊക്കെ പറയുകയുണ്ടായി. കാരണം എന്താണ്? ഈ ആത്മാവിനെ നശിപ്പിക്കാൻ ഒക്കുകയില്ല. ഇപ്പം ആൾക്കാർ ആത്മഹത്യ ചെയ്തു, എന്താണ്? പക്ഷേ സുഹൃത്തക്കുറവ് എന്ന് നമ്മൾ പറയും, ഇല്ലേ? കാരണം എന്താണ്? ഈ ആത്മാവ് പോകുന്നത് അപ്പം മറ്റു കുറച്ച് വാസനകളുമായിട്ടാണ്. ഇല്ലെങ്കിലോ അതാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആത്മാവിനെ അസ്ത്രങ്ങൾ കൊണ്ട് നശിപ്പിക്കാനൊക്കുകയില്ല, അഗ്നി കൊണ്ട് നശിപ്പിക്കാനൊക്കുന്നില്ല, ക്ലേദേന്ത്യാവോ വെള്ളം കൊണ്ട് നശിപ്പിക്കാനൊക്കുകയില്ല, ശോഷയതി മാരുത അതിനെ കാറ്റുകൊണ്ട് നശിപ്പിക്കാനൊക്കുന്നില്ല. അപ്പൊ ആത്മാവിന് മരണമില്ല. അത് തിരിച്ച് ഒന്നുകിൽ വിഷ്ണുലോകത്ത് പോയി സാക്ഷാൽ സായുജ്യം പ്രാപിക്കണം, അതല്ലെങ്കിൽ എന്താണ്? അലഞ്ഞു തിരിഞ്ഞിരിക്കും. പുണ്യം എത്രമാത്രം പുണ്യമുണ്ടോ? നമ്മൾ ഭൂമിക്ക് മുകളിൽ 7 ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്തിരിക്കുന്ന പുണ്യത്തിൻ്റെ അളവനുസരിച്ച് പുണ്യലോകങ്ങളിൽ എവിടെങ്കിലും, സ്വർലോകങ്ങൾ എന്ന് നമ്മൾ പറയുന്നു, പുണ്യലോകങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ ജീവിക്കുന്നു. അത് കഴിഞ്ഞാൽ, ആ നന്മകൾ കഴിഞ്ഞാൽ വീണ്ടും ഏതെങ്കിലും ഒരു യോനിയിൽ നമ്മൾ പിറക്കുകയാണ്. ഇനി അതല്ല, പുണ്യം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റേതെങ്കിലും ഒരു ശുഷ്ക യോനിയിൽ പിറക്കുന്നു എന്നുള്ളതാണ്. അപ്പം മനുഷ്യനായിട്ട് വീണ്ടും അതാണ് ഈച്ച ചത്തൊരു പൂച്ചയായി പിറക്കുന്നു എന്ന് പൂന്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് അടുത്ത യോനി എന്ന് നമുക്ക് അറിയാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ആകെ ചെയ്യാനുള്ളത് ഈ ജന്മത്തിൽ വിഷയാസക്തികളിൽ നിന്നും മനസ്സിനെ മാറ്റിപ്പിടിച്ചുകൊണ്ട്, അത് മാറ്റിപ്പിടിക്കുവാൻ ഏകമായ ഒരു ആയുധം എന്ന് പറയുന്നത് സാക്ഷാൽ ഗോവിന്ദനാണ്. ആ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് വിഷയാസക്തികളിൽ നിന്ന് മാറണം. നമ്മൾ അപ്പോൾ ചോദിച്ചു, കാമവികാരങ്ങൾ പാടില്ലേ, ധനം സ്വരൂപിച്ചൂടെ? എല്ലാ ചോദ്യത്തിനും പറഞ്ഞില്ലേ, ധർമ്മപരമായിട്ട് എല്ലാം ഉണ്ടാകാം. വിവാഹം കഴിക്കണം, കുട്ടികൾ ഉണ്ടാകണം, ഇത് സന്താന പ്രകരണത്തിന് വേണ്ടിയാണ്, അല്ലാതെ കാമവികാരങ്ങൾക്ക് വേണ്ടിയല്ല. എന്തിനാണ്? ധനം ഉണ്ടാക്കണം, ധനം ആവശ്യമാണ്. വിജ്ഞാനം നേടണം, ബ്രാഹ്മണസ്യ മുഖമാസീൻ എന്നൊക്കെ നാം പറഞ്ഞു. വിജ്ഞാനം അനിവാര്യമാണ്. അനിവാര്യമായതെല്ലാം നേടുമ്പോൾ മാത്രമാണ് ധർമ്മമാർഗത്തിലൂടെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന ആ പുരുഷാർത്ഥങ്ങൾ നാം എത്തിച്ചേരുന്നത്. ആ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. അതാ പറയുന്നത് ധർമ്മോ രക്ഷതി രക്ഷത, ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് നാം പഠിച്ചിട്ടുണ്ട്, അല്ലേ? ധാർമ്മികപരമായ ഒരു ജീവിതം ഉണ്ടാകണം എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വിഷയാസക്തികളെല്ലാം ഉപേക്ഷിച്ച് സാക്ഷാൽ ഗോവിന്ദനിലോട്ട് ഭജിക്കണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഏതൻ മാംസവസാദി വികാരം മനസ്സ് വിചിന്തയവാരം വാരം. അപ്പൊ ഈ പറയുന്നതെല്ലാം മായയാണ് എന്നുള്ളതാണ്. ഇത് വെറും മിഥ്യയാണ്. അതുകൊണ്ട് ഇതൊന്നും ഒറിജിനൽ എന്താണ്? ജഗത്ത് തന്നെ മിഥ്യയാണെന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന വികാരങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. ആ പെട്ടെന്ന് പറയാൻ മനസ്സിലാകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. അതങ്ങനെ വിഷയാസക്തികളിൽ ഒന്നും ഉഴലരുത് എന്നാണ് പറഞ്ഞു തന്നത്. കസ്ത്വം കോഹം കുത ആയാതാം കാമേ ജനനി കോമേ താതാം ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം. നമ്മൾ ഇതിന് തുല്യമായിട്ടൊരു ശ്ലോകം നമ്മൾ പഠിച്ചു ഇതിനു മുമ്പ്. ദ്വാദശ പഞ്ചരികയില് ഓർമ്മയുണ്ടോന്നറിയില്ല. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യ ത്വം കുത ആയാത തത്വം ചിന്തയ യദിദം ഭ്രാത. ഇല്ലേ?
അപ്പൊ ആർക്കാ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. കാതേ കാന്ത, കാതേ കസ്തേ പുത്ര, ആരുടെ ഭാര്യ, ആരുടെ പുത്രൻ എന്നൊരു ചോദ്യം ചർപ്പട പഞ്ചരികയിൽ, ദ്വാദശ പഞ്ചരികയിലെ 3-ാമത്തെ ശ്ലോകത്തിലുണ്ട്. അത് തന്നെയാണ് ഇവിടെ. കസ്ത്വം കോഹം കുത ആയാത കാമേ ജനനി കോ മേ താതാം ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ എന്താണ്? കസ്ത്വം കോഹം കുത ആയാത. കാത്വം, നീ ആരാണ്? കോ ക അഹം, ഞാൻ ആരാണ് എന്നാണ്. നീ ആരാണ്, ഞാൻ ആരാണ്. പിന്നീടോ കുത ആയാത, ആയാത കുത, എവിടെ നിന്ന് വന്നവനാണ്. പിന്നീടോ കാമേ ജനനി, കാമേ താത്ത, ജനനി എന്ന് പറഞ്ഞാൽ അമ്മ. കാമേ ജനനി, എൻ്റെ അമ്മ ആരാണ്, അല്ലെങ്കിൽ ഞാൻ ആരുടെ മകനാണ്, ആരാണ് അമ്മ. കാ, പിന്നീടോ കോ മേ താത, മേ താത കഹ, ഞാൻ ആരുടെ പുത്ര, എൻ്റെ അച്ഛൻ ആരാണ്. അപ്പം നീ ആരാണ്, ഞാൻ ആരാണ്, ഞാൻ ആരുടെ മകനാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ ആരാണ്, എൻ്റെ അച്ഛൻ ആരാണ്. ഇങ്ങനെയുള്ള പിന്നീട് പറയുന്നതോ വിശ്വം ത്യക്ത്വാ സ്വപ്ന വിചാരം, അത് ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്ന വിചാരം. സ്വപ്ന വിചാരം എന്നാൽ സ്വപ്നത്തിൽ വരുന്നതായിട്ടുള്ള, സ്വപ്നത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ളത് പോലെയുള്ള ഈ ലോകത്തെ, അതാണ് ഈ വിശ്വം മുഴുവൻ, ഈ ലോകത്തെ, വിശ്വം ഈ ലോകം അല്ലേ, വിശ്വം ത്യക്ത്വാ സ്വപ്ന വിചാരം. ത്യക്ത്വാ, നമ്മൾ കളയണം, നമ്മൾ ഉപേക്ഷിക്കണം. ത്യക്ത്വാ, എങ്ങനെയുള്ള ലോകത്തെ? ഇത് മുഴുവൻ സ്വപ്ന വിചാരമാണ്, സ്വപ്നതുല്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, എങ്ങനെ വിശ്വം, ഈ ലോകം മുഴുവൻ ജഗന്മിഥ്യയാണ് എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് സർവമസാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. സർവം അസാരം. അസാരം എന്ന് പറഞ്ഞാൽ സാരമില്ലാത്തത്, യാതൊരു സാരവുമില്ല, ഒരു കണക്കുമില്ല. ഇറ്റ് ഹാസ് നോ മീനിങ്. ഇതുകൊണ്ട് വലിയ ഒന്നും നഷ്ടപ്പെടാൻ നമുക്കില്ല എന്നുള്ളത്. ഇതി പരിഭാവയ എന്നുള്ള ആ ചിന്ത, പരിഭാവയ, ഇതി പരിഭാവയ അസാരം, ഇതി പരിഭാവയ. ഏത്? ഈ പറയുന്ന വിശ്വം അസാരമാണ്, വളരെ സ്വപ്നതുല്യമാണ്, അല്ലാതെ ഇതിനകത്ത് വാസ്തവികമായിട്ടൊന്നുമില്ല, ജഗത്ത് മിഥ്യയാണ് എന്നുള്ള വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് അസാര, നഷ്ടങ്ങളെ കൊണ്ടും ലാഭങ്ങളെ കൊണ്ടും ജയങ്ങളെ കൊണ്ടും തോൽവികളെ കൊണ്ടും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അതിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഒഴിവാക്കിയിട്ട് എന്താണ് എന്നിട്ട് ഇതെല്ലാം അസാരമാണ് എന്ന് പരിഭാവയ, ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, ചിന്തിച്ചുറപ്പാക്കണം. അപ്പൊ ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? മിഥ്യയാണ്, അത് വെറും സ്വപ്നമാണ്. താൻ ആരാണ്, ഞാൻ ആരാണെന്നോ, ഞാൻ ഈ കാണുന്ന ജനങ്ങൾ എവിടുന്നാണെന്നോ, എൻ്റെ അച്ഛൻ ആരാണെന്നോ, എൻ്റെ അമ്മ ആരാണെന്നോ എന്നൊന്നും അറിഞ്ഞിരിക്കുക. അപ്പം ഞാൻ എന്നുള്ള ഒരു വസ്തു തന്നെ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം, ഈ കാണുന്ന വിശ്വം വളരെ നിസ്സാരമാണ് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. പരിഭാവനം ചെയ്യണം എന്നാണ്. പരിഭാവനം, വിചിന്തനം ചെയ്തിരിക്കുക, ഊട്ടി ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഇത് പറയുമ്പോൾ ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം, എന്നിട്ട് ഭാഗവതത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇത് പറയുന്നത് കസ്ത്വം കോഹം കുത ആയാത കാമേ ജനനി കോ മേ താതാം ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്ന വിചാരം. അപ്പൊ നമ്മള് ആത്മാവിന്റെ മരണമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഭാഗവതത്തില് അപ്പൊ നമ്മൾ ഈ 2 ശ്ലോകങ്ങൾ പറഞ്ഞു, നമ്മളുടെ ആസക്തിയെ കുറിച്ച് പറഞ്ഞു. ഭാഗവതത്തില് 3-ാമത്തെ സ്കന്ധത്തില് ഒരു ഇത് പറയുന്നുണ്ട്, ഗൃഹാസക്തന്മാരുടെ പതനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്.
ഏത് പുനരഭിരചനി പുനരഭി ദിവസം, അത് കഴിഞ്ഞ് പറഞ്ഞു വയസ്സികതേ കാമവികാര എന്ന് പറഞ്ഞു, നാരീ സ്തനമഭിനാഭീദേശം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും മനസ്സിലാകാതെ പിന്നെ ഇപ്പൊ വന്ന് കസ്ത്വം കോഹം കുത ആയാത. അപ്പൊ അതിനു മുമ്പ് ഈ കസ്ത്വം കോഹം പറയുന്നതിന് മുൻപ് ഈ പറയുന്ന ഗൃഹസ്ഥന്മാരുടെ തൃതീയ സ്കന്ധത്തില് 30-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് കപിലവാച. എന്താണ് അതില് തസ്യ തസ്യ ജനോ കപിലവാച ഇങ്ങനെയാണ്: തസ്യ തസ്യ ജനോ നൂനം നായം വേദോരു വിക്രമം കാല്യമനോബിബലിനോ വായോരവിഘനാവലി. അപ്പോ വായുവിനെ കൊണ്ട് ചലിപ്പിക്കപ്പെടുന്ന മേഘക്കൂട്ടം, മേഘം അങ്ങനെയാണല്ലോ, വായു കൊണ്ടാണല്ലോ മാറിപ്പോകുന്നത്. അപ്പോ പ്രബലമായിരിക്കുന്ന വായുവിൻ്റെ ആ പരാക്രമം എന്ന പോലെ കാലം എങ്ങനെ ചലിപ്പിക്കപ്പെടുന്നു? ഭഗവാന്റെ പരാക്രമം കൊണ്ട് കാലം ചലിപ്പിക്കപ്പെട്ടിരുന്നു. പുനരഭിജനനം പുനരപി മരണം വയസ്സികതേ കാമവികാര. ഇല്ലേ? അപ്പൊ ഭഗവാൻ നമ്മളെല്ലാം ആലോചിച്ച് ചിന്തിച്ച് ഓരോന്ന് നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പക്ഷെ ഇവിടെ എന്താണ്? തസ്യ തസ്യ ജനോ നൂനം ന്യായം വേദോരു വിക്രമം കല്യമാനോപിബലിനോ വായോരിവഖനാവലി യം യമർത്ഥപുവാദത്തെ ദുഃഖേന സുഖഹേതവേ തം തം ധുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ യതദ്ധ്രുവസ്യ ദേഹസ്യ സാനുബന്ധസ്യ ദുർമതി ധ്രുവാണി മന്യതേ മോഹാത് ഗൃഹക്ഷേത്രവസൂനിജ ജന്തുർവൈഭവ ഏതസ്മിൻ യാം യാം യോനിമനുവ്രജേത് തസ്യാം തസ്യാം സലഭതേ നിർവൃതിം ന വിരജ്യതേ. അതായത് ജീവികള്, ഓരോരോ ജീവികള് ഏതേത് പദാർത്ഥങ്ങളെ സുഖത്തിന് വേണ്ടി ഇങ്ങനെ സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ വളരെ ക്ലേശിച്ചുകൊണ്ടാണ് സുഖത്തിന് വേണ്ടി സമ്പാദിക്കുന്നത്. വളരെ പെട്ടെന്നല്ല, അത്യധികമായ ക്ലേശം സഹിക്കണം. അങ്ങനെ ക്ലേശം വഹിച്ച എന്തൊക്കെയാണോ നമ്മൾ സുഖത്തിന് വേണ്ടി സ്വരൂപിക്കുന്നത്, പക്ഷെ അതെല്ലാം കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അതെല്ലാം നശിപ്പിക്കുന്നു. എന്നിട്ടോ അതുമൂലം ദുഃഖം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടെന്നാല് ഇതിനെക്കുറിച്ചാണ് ഭാര്യ പുത്രാദികളോട് കൂടിയായിരിക്കുന്ന ഈ നശ്വരമായ അല്ലെങ്കിൽ ശരീരവുമായിട്ട് ഒരിക്കലും ശാശ്വതമല്ലാത്തതാണ്. ഇതൊക്കെ നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്. നമ്മളുടെ വീട്, പുത്രന്മാര്, ഭാര്യ എന്നുള്ള ആഗ്രഹങ്ങളുടെ എല്ലാം പുറകെ ഈ അജ്ഞാനം കൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഓടി നടന്ന് ക്ലേശിക്കുകയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ജന്തുർവൈഭവ ഏതസ്മിൻ യായാം യോനിമനുവ്രജേത് തസ്യാം തസ്യാം സലഭതേ നിർവൃതിം ന വിരജ്യതേ. അപ്പോ ഏത് യോനിയെ പ്രാപിച്ചാലും, ജന്തുക്കളായാലും മനുഷ്യനായാലും പശുവായാലും അതിലെല്ലാം നമ്മൾ വളരെ തുച്ഛമായ സുഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. കാരണം എന്താണ്? സാക്ഷാൽ സുഖം എന്ന് പറയുന്നത് ആത്മജ്ഞാനം നേടുമ്പോഴാണ്. തത്വവിജ്ഞാതേ എന്താണ് നഷ്ടേ, ഇത് പറഞ്ഞല്ലോ, ജ്ഞാതേ തത്വേകാ സംസാര. അപ്പൊ ഈ സംസാര ദുഃഖത്തിൽ നിന്നും മോക്ഷം കിട്ടുക എന്ന് പറയുന്ന തത്വജ്ഞാനം അറിയുക. അപ്പോൾ മാത്രമേ പരമമായ സുഖമുണ്ടാകുന്നുള്ളൂ. അതിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നിന്ന്, ഈ തുച്ഛമായി നേടുന്ന സുഖങ്ങളിൽ നിന്നും വൈരാഗ്യം ഉണ്ടാകുന്നില്ല എന്നാണ്. നരകസ്ഥോപി ദേഹം വൈ ന പുമാം ത്യക്തുമിച്ഛതി നരക്യാം നിർവൃതൗ സത്യാം ദേവമായാ വിമോഹിത ആത്മജായാ സുധാകാര പശുദ്രവിണബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ സന്ദഹ്യമാന സർവാംഗ യേഷാമുദ്വഹനാധിനാം കരോത്യവിരതം മൂഢോ ദുരിതാനി ദുരാശയാം. അപ്പൊ നരകത്തിൽ കിടക്കുന്നവനാണെങ്കിൽ പോലും ഒന്ന് ആലോചിക്കണം, നരകത്തിൽ കിടക്കുന്നവൻ പോലും അവിടെയും ചില ഭോഗങ്ങൾ ഉള്ളത് കൊണ്ട് അത് സുഖമാണ് എന്ന് വിചാരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അതാ പറഞ്ഞത്, നാരീസ്തനഭരം നാഭീദേശം, ഇതെല്ലാം കണ്ട് മോഹത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അവൻ ദേഹം, പത്നി, പുത്രന്മാര്, അല്ലെങ്കിൽ എന്താണ് ധനം, ബന്ധുക്കള്, ഇങ്ങനെയെല്ലാം വ്യാപിച്ചു കിടക്കുന്ന മനോരഥങ്ങളോടുകൂടി അവനവൻ ചെയ്യുന്നത് സന്തോഷകരമാണ് എന്ന് കരുതി ആത്മാഭിമാനം പുലർത്തുകയാണ്. പക്ഷേ ഇതെല്ലാം നമ്മളുടെ നമ്മളെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ദുരാശകളായിരിക്കുന്ന മൂഢൻ ഈ ശരീരത്തെ പോഷിപ്പിക്കുന്ന ചിന്തയാൽ നമ്മൾ ക്ലേശിപ്പിക്കുന്നത് എന്താണ്? നിരന്തരം എല്ലാ അവയവങ്ങളും കൂടെ ചേർന്ന് പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ
കസ്ത്വം കോഹം കുത ആയാത എന്നുള്ളത് ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. ആരുടെ കഥയാണ്? ചിത്രകേതുവിൻ്റെ കഥയാണ്. ചിത്രകേതുവിന് മക്കളില്ലാതെ അപ്പം അവസരത്തിൽ ഒരു പുത്രൻ ആവശ്യമുണ്ട് എന്ന് ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ആംഗിരസ് മഹർഷി വരുന്നു. ആംഗിരസ് അദ്ദേഹത്തെ ചിത്രകേതുവിനെ അനുഗ്രഹിക്കുന്നു. ചിത്രകേതുവിന് പുത്രനുണ്ടാകുന്നു, ഒരു പുത്രനുണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പുത്രൻ മരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെയാണ് പറയുന്നത്: വിലപന്ത്യാമൃതം പുത്രമിതി ചിത്രവിലാപനൈ ചിത്രകേതുർഭൃശം തപ്തോ മുക്തകണ്ഠോരുരോധ തയോർവിലപദോ സർവേ ദമ്പത്യോസ്തനുവ്രതാ രുരുദുസ്മരനാര നാര്യ സർവമാസീതചേതനം ഏവം കശ്മലമാപന്നം നഷ്ടസംയമനായകം ജ്ഞാത്വാ അങ്കിരനാമ മുനിരാജകാമസനാരദ. അപ്പോ ഇങ്ങനെ ചിത്രകേതുവിൻ്റെ മകൻ അങ്കിരസ് മഹർഷിയുടെ അനുഗ്രഹത്താൽ ഉണ്ടായി. അതിനുശേഷം ആ മകൻ തനിക്ക് ശേഷം രാജ്യം ഭരിക്കുവാൻ ഒരാൾ വേണമല്ലോ. ആ ആഗ്രഹത്തിലാണ് കുഞ്ഞുണ്ടായത്. അത് അങ്കിരസിന്റെ അനുഗ്രഹത്താൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ എന്തുപറ്റി? ഈ കുഞ്ഞു മരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ചിത്രകേതു കിടന്ന് വിലാപിക്കുകയാണ്. ഈ ഭാഗ്യം കേട്ട എനിക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ, മരിച്ചുപോയ മകനെ പറ്റി ഇങ്ങനെ പല പ്രകാരത്തിൽ വിലപിക്കുന്ന പത്നിയോടുകൂടി വളരെ ദുഃഖിതനായി തീർന്നിരിക്കുന്ന രാജാവ് ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ദമ്പതിമാര് ഇങ്ങനെ തയോർവിലപദോ സർവേ ദമ്പത്യോസ്തനുവ്രത രുരുദു സ്മരനാര നരാനാര്യ സർവമാസീതചേതനം ഏവം കശ്മലമാപന്നം നഷ്ടസംയമനായകം ജ്ഞാത്വാം ഗിരാനാമ മുനിരാജകാമനസനാരദ. ഇങ്ങനെ ദുഃഖത്താൽ അവരിയ്ക്കുന്ന സമയത്താണ്, ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അവിടെ നാരദരും അങ്കിരസും നാരദരും എത്തുന്നു എന്നുള്ളതാണ്. അവര് അങ്കിരസും നാരദരും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ ചിത്രകേതുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ചിത്രകേതുവിനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്: നീ ആഗ്രഹിച്ചിട്ടാണല്ലോ വീണ്ടും ഞാൻ ഇത് തന്നത്. ഇല്ലെങ്കിൽ എന്താണ്? അഹം തേ പുത്രകാമസ്യ പുത്രദോസ്മി അങ്കിരാ നൃപ ഏഷ ബ്രഹ്മസുത സാക്ഷാത് നാരദോ ഭഗവാൻ ഋഷി. അല്ലയോ രാജൻ, അദ്ദേഹം പറയുന്നു ഇങ്ങനെയാണ്: ഞാൻ പുത്രൻ ആഗ്രഹിക്കുന്നു, അങ്ങേക്ക് പുത്രനെ തന്ന അങ്കിരസാണ്. കാരണം അങ്കിരസും നാരദനും കൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വീണ്ടും രണ്ടാമത് മരിച്ചതിന് ശേഷം. അപ്പോൾ അഹം ദേ പുത്രകാമസ്യ പുത്രദോസ്മി അങ്കിരാ നൃപ ഏഷ ബ്രഹ്മസുത സാക്ഷാത് നാരദോ ഭഗവാൻ ഋഷി. ഞാന് അങ്ങക്ക് പുത്രനെ നൽകിയ അങ്കിരസ് മഹർഷിയാണ്. അതോടൊപ്പം എന്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മാവിന്റെ പുത്രനായിരിക്കുന്ന നാരദനാണ്. ഇത്തം ത്വാം പുത്രശോകേന മഗ്നം തമസി ദുസ്തരേ അതദർഹമനുസ്മൃത്യ മഹാപുരുഷഗോചരം അനുഗ്രഹായ ഭവത പ്രാപ്താവാമമിഹ പ്രഭോ ബ്രഹ്മണ്യോ ഭഗവദ്ഭക്തോ നവസീതിതുമർഹതി തദൈവ തേ പരം ജ്ഞാനം ദദാമി ഗൃഹമാഗത ജ്ഞാത്വാന്യഭിനിവേശം തേ പുത്രമേവ ദദാവഹം. അപ്പോ നോക്കൂ, ഇത് വളരെ ഇതാണ്. അപ്പം ഈ പുത്രൻ ദുഃഖത്താൽ കാരണമായി തമസ്സിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനെ വീണ്ടും അദ്ദേഹം ജ്ഞാനം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് വീണ്ടും വരുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത്, അങ്കിരസ് പറയുന്നത്, അന്നും ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ വന്നിരിക്കുകയാണ്. നാരദരെയും കൂടി വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? ഈ ഇത്തം ദ്വാം പുത്രശോകേന മഗ്നം തമസി ദുസ്തരേ അതദർഹമനുസ്മൃത്യ മഹാപുരുഷഗോചരം അനുഗ്രഹായ ഭവത പ്രാപ്താവാവമിഹ പ്രഭോ ബ്രഹ്മണ്യോ ഭഗവദ്ഭക്തോ നവസീതിതുമർഹതി. അപ്പോൾ പുത്രദുഃഖത്താല് കരകാണാതെ കിടക്കുന്ന ആ തമസ്സിൽപ്പെട്ട് കിടക്കുന്നതായിരിക്കുന്ന അങ്ങയെപ്പറ്റി ചിന്തിച്ച് അങ്ങയെ അനുഗ്രഹിക്കാനായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നതാണ്. ബ്രഹ്മജ്ഞാനിയായ ഭഗവാനെ, ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കാൻ അർഹനല്ല
എന്നൊക്കെ ചിത്രകേതുവിനോട് അങ്കിരസ് പറയുകയാണ്. എന്നിട്ട് അങ്കിരസ് മഹർഷി ഒരു വാചകം കൂടെ പറയുകയാണ്. തദൈവതേ പരജ്ഞാനം ഹൃദാൻ ഗൃഹമാഗതാം ജ്ഞാത്വാന്യഭിനിവേശം തേ പുത്രമേവ ദദാവഹം. അന്നും ഞാൻ കഴിഞ്ഞ തവണ വന്ന് കുഞ്ഞു തന്നു. അപ്പൊ ഞാൻ അന്നും വന്നത് സത്യത്തില് അങ്ങേക്ക് പരമജ്ഞാനം നൽകണം എന്ന ആഗ്രഹത്തിലാണ് വന്നത്. അന്നും അങ്ങേക്ക് ഞാൻ പരമജ്ഞാനം ഉപദേശിക്കുവാനായിട്ടാണ് വന്നത്. പക്ഷെ അങ്ങയുടെ ഗൃഹത്തിൽ വന്നപ്പോൾ കണ്ടത് അങ്ങേക്ക് പുത്രനിലാണ് അത്യധികമായ വാഞ്ച, ആശ എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങേക്ക് ഒരു പുത്രനെ പ്രദാനം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം എന്തായി? പുത്രസമ്പത്തുണ്ടായി. ആ പുത്രസമ്പത്ത് അങ്ങേക്ക് നശിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അങ്ങ് ദുഃഖാർത്ഥനായിട്ടിരിക്കുകയാണ്. അപ്പം കാലം ഇതിനെ നശിപ്പിക്കുന്നു. നശിക്കാത്തതായിട്ടൊന്നുമില്ല. വീണ്ടും അങ്ങ് ദുഃഖാർത്ഥനായിരിക്കുന്നു. അപ്പോൾ നാരദൻ പറയുന്നു, ഏതാം മന്ത്രോപനിഷദം പ്രതീക്ഷ പ്രയതോ മമ യാം ധാരയൻ സപ്തരാത്രാത് ദ്രഷ്ടാ സംഘർഷണം പ്രഭും യത്പാദമൂലമുപസൃത്യ നരേന്ദ്രപൂർവേ ശർവാദയോ ഭ്രമമിമം ദ്വിതയം വിസൃജ്യ സദ്യസ്തദീയമതുലാനധികം മഹിത്വം പ്രാപുർഭവാനപി പരം ന ചിരാതുപൈതി. പണ്ട് ശ്രീപരമേശ്വരനെ തുടങ്ങിയവര് ആരെയാണോ ശരണം പ്രാപിച്ചിട്ട് പെട്ടെന്ന് തന്നെ അജ്ഞാനത്തെ ആ ഭ്രമം വിട്ടിട്ട് ഒരു പരിമിതികളില്ലാത്ത സമാധികളില്ലാത്ത എവിടെയാണോ മഹത്വം പ്രാപിച്ചിരിക്കുന്നത്, സാക്ഷാൽ പരമമായ വിഷ്ണു ചൈതന്യത്തിലാണ് എന്നർത്ഥം. ആ പാദത്തെ അങ്ങയും ആശ്രയിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങേക്കും താമസിയാതെ തന്നെ ആ പരമപദം നേടാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഏതായാലും അങ്ങനെയൊക്കെ ഇരുന്നാലും ഇദ്ദേഹത്തിന് പുത്രനെ വേണം. വീണ്ടും അങ്കിരസ് മഹർഷി നാരദനെ ജനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ്? അഥ ദേവർഷിരാജൻ സംഭരേതം നൃപാത്മജം ദർശയിത്വേദിഹോവാച ജ്ഞാതീനാമനുശോചതാം. അപ്പോ ഈ ദേവർഷിയായ നാരദന് മരിച്ചുപോയ രാജകുമാരന്റെ തന്റെ യോഗശക്തി കൊണ്ട് ജീവിപ്പിക്കുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞു ഏതൊന്നിനെയാണോ പ്രാപിക്കേണ്ടത് എന്ന് പറഞ്ഞു. നമ്മളിപ്പോഴും പറയുന്ന പോലെ ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് പറഞ്ഞു. അല്ലയോ മൂഢ, ഗോവിന്ദനെയാണ് ഭജിക്കേണ്ടത്. ഇവിടെയും പറഞ്ഞു എന്ത്? ശ്രീപരമേശ്വരൻ പോലും ശരണം പ്രാപിച്ചിരിക്കുന്ന ഒന്നുണ്ട്. അതാണ് പരമമായ ബ്രഹ്മം. അതിനെ നീ പ്രാപിക്കണം, അതിനെ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും പോരാ, നിൽക്കുന്നില്ല. ചിത്രകേതുവിന്റെ ദുഃഖം മാറുന്നില്ല. ഈ കുഞ്ഞുണ്ടാവണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് അഥ ദേവർഷിരാജൻ സംഭരേതം നൃപാത്മജം ദർശയിത്വേദിഹോവാച ജ്ഞാതീനാമനുശോചതാം. അപ്പൊ ഇതിനും നേരത്തെ പറഞ്ഞു നാനുശോചന്തി പണ്ഡിത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനം ഉള്ളവന് ആരും ഭഗവാനെ അറിയുന്ന ഒരാൾ ജനിച്ചുന്നോ മരിച്ചുന്നോ അതിൽ ദുഃഖമോ സന്തോഷമോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ? വീണ്ടും തൻ്റെ ദേവർഷിയായ നാരദൻ തൻ്റെ യോഗശക്തി കൊണ്ട് ഈ മരിച്ചുപോയ ആത്മാവിന് അല്ലെങ്കിൽ ഈ മരിച്ച് കിടക്കുന്ന ശരീരത്തിൽ ഇങ്ങനെ വ്യസനിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധുക്കൾക്കെല്ലാം ദുഃഖം വ്യസനം മാറട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് തൻ്റെ യോഗമായ കൊണ്ട് ജീവൻ നൽകുകയാണ്. ജീവൻ നൽകിക്കഴിഞ്ഞ് നാരദൻ പറയുന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു പാഠം ചിത്രകേതുവിലും ഉണ്ടാകുന്നത്. നാരദവാച ജീവാത്മൻ പശ്യഭദ്രം തേ മാതരം പിതരം ച തേ സുഹൃദോ ബാന്ധവാസ്തത്താം ശുചഃ തത്കൃതയാ ഭൃശം കളേബരം സ്വാമി വിശ്യ ശേഷമായു സുഹൃദ്രിത ഭുങ്ഷോ ഭോഗൻ പിതൃപ്രത്താനധിഷ്ഠിതപാസനം. അല്ലയോ ജീവാത്മാവേ എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ജീവാത്മൻ പശ്യഭദ്രം തേ മധുരം പിതരം ജതേ സുഹൃദോ ബാന്ധവാസ്തപ്താം ശുചാത്കൃതയാ ഭൃശം. അല്ലയോ ജീവാത്മാവേ, അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങ് നിമിത്തമായ ദുഃഖം കൊണ്ട് വളരെ ദുഃഖിക്കുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അങ്ങയുടെ മാതാപിതാക്കളെയും അങ്ങ് കാണൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അത് മാത്രമല്ല, പിന്നീട് കളേബരം സ്വാമി വിശ്യ ശേഷമായു സുഹൃദ്വിത ഭുങ്ഷ്വ ഭോഗാൻ പിതൃപ്രത്താനധിഷ്ഠിത നൃപാസനം. അങ്ങ് ഈ ശരീരം പ്രാപിച്ചുകൊണ്ട്, ഈ സ്വശരീരം പ്രാപിച്ചുകൊണ്ട് സിംഹാസനത്തിൽ തന്നെ ഇരുന്ന് ബാക്കിയുള്ള കാലം, ആയുഷ്കാലം മുഴുവൻ സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ട് പിതാവ് നൽകുന്ന ഭോഗങ്ങളെല്ലാം അനുഭവിക്കൂ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോഴാണ് ഈ ജീവാത്മാവ് പറയുന്നു. അതാണ് ഇവിടെയും പറയുന്ന പോലെ. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞേ? ശങ്കരാചാര്യ സ്വാമികൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് എന്താണ്?
കസ്ത്വം കോഹം കുത ആയാത കാമേ ജനനി കോ മേ താത ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്വാ സ്വപ്നവിചാരം. അതാണ് ചിത്രകേതുവിന്റെ കഥയിലൂടെ നാം പറയാൻ ആഗ്രഹിച്ചത്. അപ്പൊ എന്നിട്ട് ജീവാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: കസ്മിൻ ജന്മന്യമീമഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിർ ഭ്രാമ്യമാണസ്യ ദേവതിര്യങ്യോനിഷു ബന്ധുജ്ഞാതിര്മധ്യസ്ഥം മിത്രോദാസീന വിദ്യുഷ സർവേഭ ഹി സർവേഷാം ഭവന്തി ക്രമശോ മിഥാ. എന്താണ്? കസ്മിൻ ജന്മന്യമീമഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിർ ഭ്രാമ്യമാണസ്യ ദേവതിര്യങ്യോനിഷു. അപ്പോ ദേവന്മാര്, തിര്യക്കുകള്, മനുഷ്യര്, ഇങ്ങനെ പലവിധമുള്ള യോനികളിലായിട്ട് പല പല യോനികളായിട്ട് ജനനമരണങ്ങളിലൂടെ ഞാൻ എന്ന് പറയുന്ന ജീവാത്മാവ് കടന്നു പൊക്കൊണ്ടേയിരുന്നു അനേക കാലങ്ങളിൽ. പൂർവ്വകർമ്മങ്ങളാൽ, അങ്ങനെയുള്ള പൂർവ്വകർമ്മങ്ങളാൽ ഞാൻ ഭ്രമിച്ചുകൊണ്ടേ നടക്കുകയായിരുന്നു ഓരോ ജന്മങ്ങളിലും. അപ്പോ അങ്ങനെ ഇരുന്ന എനിക്ക് ഇവര് ഏത് ജന്മത്തിലെ പിതാക്കളാണ്, മാതാപിതാക്കളാണ് എന്നാണ്. ദേവന്മാരായിട്ടുണ്ട്, യക്ഷകിന്നര ഗന്ധർവന്മാരായിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്, തിര്യക്കുകളായിട്ടുണ്ട്, മറ്റ് പശുക്കളായിട്ടുണ്ട്, മനുഷ്യരായിട്ടുണ്ട്. അനേക കോടി വർഷം അല്ലെ അനേകം ജന്മങ്ങൾ ഞാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ ജന്മങ്ങളിൽ ഏത് പിതാക്കളാണ്? അപ്പൊ എന്താണ്? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക. ആത്മാവിനെ നശിപ്പിക്കാൻ നോക്കുകയില്ല. ആത്മാവ് ജനനമരണ ചക്രങ്ങളിലൂടെ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. പുനരപി ജനനം പുനരപി മരണം, ഇല്ലേ? അതുകൊണ്ടാണ് ചിത്രകേതുവിന്റെ കഥ ഞാൻ പ്രത്യേകം എടുത്ത് പറയണം എന്ന് വിചാരിച്ച ആ ശ്ലോകങ്ങളുമായിട്ട് തട്ടിക്കൂട്ടി ചൊല്ലണം എന്ന് വിചാരിച്ചത്. അപ്പൊ കസ്മിൻ ജന്മന്യമീമഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിർ ഭ്രാമ്യമാണസ്യ ദേവതിര്യങ്യോനിഷു ബന്ധുജ്ഞാതിര്യമധ്യസ്ഥമിത്രോദാസീന വിദ്യുഷ സർവേഭ ഹി സർവേഷാം ഭവന്തി ക്രമശോ മിഥാ. അപ്പൊ എല്ലാവരും എന്താണ്? എല്ലാവരും എന്താണ്? ഓരോരോ ജന്മങ്ങളിലായിട്ട് ക്രമേണ അന്യോന്യം ബന്ധുക്കളായിട്ടും ശത്രുക്കളായിട്ടും ജ്ഞാതികളായിട്ടും മധ്യസ്ഥരായിട്ടും രക്ഷകരായിട്ടും എങ്ങനെയെങ്കിലും എല്ലാം സഹയജ്ഞ പ്രജാസൃഷ്ടുവാന്ന് കൃഷ്ണൻ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹയജ്ഞുക്കളായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് യഥാവസ്തൂനി പണ്യാനി ഹേമാദീനി തദസ്ഥത പര്യടന്തി നരേഷ്വേമം ജീവോ യോനുഷകർത്തൃഷു. അപ്പോ വേറൊന്നുമല്ല, ആ ജീവാത്മാവ് പറയുന്നത് എന്താണ്? ക്രയവിക്രയങ്ങൾക്ക്, അതായത് കൊടുക്കുക വാങ്ങുക എന്ന രീതിയിൽ എങ്ങനെ സ്വർണ്ണ വസ്തുക്കളൊക്കെ സ്വർണങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ കച്ചവടക്കാരിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ജീവനും ഓരോ യോനികളിൽ നിന്നും മാറിക്കൊണ്ടേയിരിക്കുന്നു, മറ്റൊന്നിലേക്ക് ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കർമ്മം നമ്മളനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ച് നമ്മൾ സായുജ്യം പാലിക്കണം, ഭഗവാനിലേക്ക് എത്തണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മോഹങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ യാതൊരു വഴിയുമില്ല. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇന്ന് ഇത്രയും ശ്ലോകങ്ങൾ ഇത് എടുത്തോട്ട് നമുക്ക് ഇവിടെ നിർത്താം. ആരെങ്കിലും ഒരാൾ ഈ 3 ശ്ലോകങ്ങൾ ഇന്നത്തെ 11, 12, 13 2-3 പേര് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. അല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നോക്കാം. ഒന്നുമില്ലെങ്കിൽ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ പാതാരവിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയശങ്കര. അങ്കിരസ് ഭഗവാന്റെ പുത്രനാണ്. അങ്കിരസ് അതെ, ഭഗവത് പുത്രനായിട്ടാണ്. കൂടുതലും ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ രാധ ടീച്ചറൊക്കെ ഉണ്ട്. എന്താണ് ഭാഗവതം കലക്കി കുടിച്ച് ഭാഗവത ഹംസം രാധ ടീച്ചറുണ്ട്. എന്ത് സംശയത്തിന് നമുക്ക് പറഞ്ഞു തരാൻ ടീച്ചറാ ഉള്ളത്. ഗംഗാന്ന് എഴുതിയിരിക്കുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇതിനകത്ത് ഇന്ന് പഠിച്ച ശ്ലോകങ്ങളിൽ നിന്നും ഒന്നുമില്ലെങ്കിൽ ഈ ശ്ലോകങ്ങളൊന്ന് വായിക്കൂ. ആരെങ്കിലും 2-3 പേരൊന്ന് ചൊല്ലിയാ വേണ്ട. കവിത ചേച്ചി വായിക്കുന്നോ?
ലീന ചേച്ചിയുണ്ട്, കവിത ചേച്ചിയുണ്ട്, ശോഭ ചേച്ചിയുണ്ട്, സുരേഷ് ഏട്ടനുണ്ട്. ആരെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചിട്ട് വായിക്കട്ടെ. ജയകൃഷ്ണൻജി വായിക്കട്ടോ? വായിച്ചോണ്ടേ വായിച്ചോണ്ടേ. വയസികതേ കാമവികാര ശുഷ്കേ നീരേ കാകാസാര ക്ഷീണേ വിത്തേ കാപരിവാര ജ്ഞാതേ തത്വേ കാ സംസാര ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ നാരീസ്തനപരനാഭി ദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവ സാധിവികാരം മനസി വിചിന്തയ വാരം വാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ കസ്ത്വം കോഹം കുത ആയാത കാമേ ജനനി കോ മേ താത ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ആരെങ്കിലും? ലീല ചേച്ചി ഞാൻ ചൊല്ലുന്നോ? ചൊല്ലാം. ശോഭ ചേച്ചി ചൊല്ലിക്കോളൂ. വയസി ഗതേ കാമവികാര ശുഷ്കേ നീരേ കാകാസാര നഷ്ടേ ദ്രവ്യേ കാപരിവാര ജ്ഞാതേ തത്വേ കാ സംസാര നാരീസ്തനഭര നാഭിദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം കസ്ത്വം കോഹം കുദായാത കാമേ ജനനി കോ മേ താത ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖരഞ്ജുകരണേ. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഇനി ആരെങ്കിലും ചൊല്ലുന്നുണ്ടെങ്കിൽ ചൊല്ലാം. ആർക്ക്? ലീല ചേച്ചി ചൊല്ലുന്നോ?
ഒരു ഒരു കാര്യം നേരത്തെ ചേർത്ത് ചോദിച്ച ഒരു സംശയം ഒന്ന് അങ്കിരസിന്റെ പറയാം. explanation അമ്മയ്ക്ക് കൊടുക്കൂ. ചേട്ടത്തി വരും, വീഡിയോ ഓൺ എന്റെ ആക്കും. ചെറിയ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് അങ്കിരസ് എന്നാണ് എന്റെ ഒരു അറിവ്. കൂടുതലായിട്ട് നോക്കാം നമുക്ക് കേട്ടോ. ബ്രഹ്മാവിന്റെ മാനസപുത്രൻ ആയിട്ടാണ്. അതെ, അങ്ങനെയായിട്ടാണ് പറയുന്നത്. കൂടുതൽ നമുക്ക് പറയുകയും ചെയ്യാം. ഇതാണ് രാധ ടീച്ചർ കേട്ടോ. അനവധി ഭാഗവത ആചാര്യയാണ്. കേരളമെമ്പാടും ഭാഗവതം ഒരുപക്ഷെ മിക്കവാറും എല്ലാ വരികളും കാണാതെ തന്നെ ധരിച്ചിരിക്കുന്ന പരമഹംസമാണ് കേട്ടോ. അപ്പൊ എന്റെ ഗുരുക്കന്മാരിൽ ഭാഗവത ഗുരുക്കന്മാരിൽ ഒരാളാണ്. എന്തോ അങ്കിരസിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് കുറെ അധികം പറയണം. പറയേണ്ട ആവശ്യം ഇപ്പൊ ഇല്ലല്ലോ. ഇത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ഇപ്പം പറഞ്ഞു തന്നാൽ നല്ലതാണ്, ഇവരിക്കുന്നവർക്ക് കേൾക്കാം. ഇതിപ്പോ ഓർമ്മയിലിന്റെ അടുത്ത് ഞാൻ വേഗം പറഞ്ഞതാണ് കേട്ടോ. ആയിക്കോട്ടെ. ഇതല്ലേ ഇവന്റെ ബൃഹസ്പതി അങ്കിരസിന്റെ മകനാണ്. ബൃഹസ്പതി, അതെ, ബൃഹസ്പതി അങ്കിരസിന്റെ മകനാണ്. ബ്രഹ്മാവിന്റെ മകനാണ് അങ്കിരസിന്റെ പുത്രനാണ് ബൃഹസ്പതി. മാനസപുത്രനാണ് ബ്രഹ്മാവിന്റെ അങ്കിരസ് മാഷ്. നാരദര് മുതലേ കേട്ടോ. നാരദര് അതെ 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 അതെ. ഓക്കെ. സരസ്വതി പോലെ ക്ലാരിറ്റി തന്നെ. ജയശങ്കര, ഒരു മിനിറ്റ്. ഞങ്ങളുടെ ഗോത്രം പറയുമ്പോ ഞങ്ങൾ പറയുന്നത് ആങ്കിരസ് ബൃഹസ്പതി ഭരദ്വാജ ഗോത്രേ എന്നാണ് ഞങ്ങൾ പറയാറ്. അപ്പൊ ആ മൂന്നെണ്ണം അങ്കിരസിന്റെ പുത്രൻ അല്ലേ ബൃഹസ്പതിയുടെ പുത്രനായിരിക്കണം ഭരദ്വാജൻ. ഞങ്ങളുടെ തലമുറകളിൽ ചെറിയ ഇതുണ്ട്. അപ്പൊ ആ എല്ലാ പിതാമഹന്മാരെയും ബഹുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ അഭിവാദ്യം ചെയ്യാറ്. അത് ചിലപ്പോൾ ഒരു ഗോത്രം മാറിയിട്ടും കൂടെ ഉണ്ടാവാം കേട്ടോ. അങ്ങനെ വരാം, ഒരു ഗോത്രം അഡോപ്ഷൻ വന്നിട്ടുണ്ടാവാം. അഡോപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് മറ്റേ ഇദ്ദേഹം വന്നത്. അങ്കിരസൻ ആരെ പറഞ്ഞത്? അങ്കിരസും പിന്നെ ബൃഹസ്പതിയും അടുത്ത വന്നിരിക്കും ഭരദ്വാജ ഗോത്രം. അപ്പം അത് ഗോത്രം മാറി, അവിടെ ഒരു അഡോപ്ഷൻ വന്നു, ഭരദ്വാജനാവാന്ന്. അങ്ങനെയാണ്. ഞാൻ വംശവൃക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു തലമുറ ഒരു തലമുറ അഡോപ്റ്റ് ചെയ്ത് കഴിയുന്ന 6ാമത്തെ തലമുറയിൽ പെടുന്ന ആളാണ് ഞാൻ. കറക്റ്റ്. അങ്ങനെയാണ് ഈ 3 ഗോത്രങ്ങൾ പറയുന്ന. ഒരാൾ ഗോത്രത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ജയശങ്കര, ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? അത് എന്തെങ്കിലും വിചാരങ്ങൾ പറയാനുണ്ടോ? കണ്ടോ സത്സംഗത്തിന്റെ മഹിമ കണ്ടോ? അറിവുള്ളവർ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ജയശങ്കര, ആർക്കും ഇനി ഒന്നും പറയാനില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് മഹാത്രിപുര സുന്ദരിയെ സ്മരിച്ചുകൊണ്ട് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. ലോകത്ത് എത്രയും വേഗം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പഠന ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ജയശങ്കര, 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 ജയശങ്കര. ജയശങ്കര.